ഇന്ന് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശുശ്രൂഷകൾക്ക് വേണ്ടി വിവിധങ്ങളായ ചുമതലകൾ നൽകി എങ്ങനെ കാലാകാലങ്ങളിൽ ഓരോ മനുഷ്യരെയും ബലപ്പെടുത്തുന്നു എന്ന് നമ്മൾ പഠിക്കാനായി ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ്, എന്താണ് കർത്താവ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്ന ദൗത്യങ്ങൾ? നമുക്ക് നമ്മുടെ കഴിവുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉചിതമായി ചെയ്യാൻ കഴിയുമോ? നമ്മളാണോ ഒരു കാര്യം സ്വയമായി ആഗ്രഹിച്ച് ചെയ്യാനായി ശ്രമിക്കുന്നത്, അതോ മറ്റാരെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണോ? ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിനുള്ളിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിട്ട് ഉള്ളത്. പ്രധാനമായും ദൈവത്തിൻ്റെ ദൗത്യങ്ങൾക്ക് വേണ്ടി ദൈവം മനുഷ്യരെ നിയോഗിക്കുമ്പോൾ അതിനകത്ത് 3 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി മനുഷ്യനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, പ്രൊക്ലെയിം ദ ഗോസ്പൽ, ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക. രണ്ടാമത്തെ കാര്യം, ഒരു സാക്ഷ്യ ജീവിതം നയിക്കുക, ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ഈ ലോകത്ത് നയിക്കുക. മൂന്നാമത്തെ കാര്യം, ഒരു പ്രാർത്ഥനയുടെ ശുശ്രൂഷ ഈ ലോകത്ത് നമ്മൾ ക്രമീകരിക്കുക. അതിന് നൽകുന്നത് ലൈഫ് ഓഫ് ഇൻറ്റർസെസറി പ്രെയർ ആൻഡ് സ്പിരിച്വൽ വാർഫെയർ. ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവം മനുഷ്യനിലൂടെ ആഗ്രഹിക്കുന്ന ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം മറന്നു പോകരുത്. എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം, സുവിശേഷം പറയണം. രണ്ടാമത്തെ കാര്യം, നല്ല സാക്ഷ്യമുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റണം. മൂന്നാമത്, നല്ലൊരു പ്രയർഫുൾ ലൈഫ് നമുക്കുണ്ടാകണം. ഇത് 3മാണ് മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ. ഈ 3 ദൗത്യങ്ങൾ നമുക്ക് നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവിലും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ പ്രാപ്തിയിലും ഒരിക്കലും നമുക്ക് പൂർത്തീകരിക്കാനായി സാധിക്കില്ല. സുവിശേഷം പറയണമെന്നുണ്ടെങ്കിൽ അതിൽ പരിശുദ്ധാത്മാവ് സഹായിക്കണം. സാക്ഷ്യ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ അതിനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കണം. പ്രാർത്ഥിക്കണമെങ്കിലും നമുക്ക് സ്വന്തമായി കഴിയുകയില്ല, ദൈവത്തിൻ്റെ ആത്മാവ് അതിന് നമ്മളെ സഹായിക്കണം. അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്, ഈ ദൗത്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് എങ്ങനെ സാധിക്കും? എങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി നമ്മളെ പ്രാപ്തമാക്കും? ഒന്നാമത്തെ ചിന്തയിലേക്ക് നമുക്ക് പോകാം. പ്രൊക്ലെയിം ദ ഗോസ്പൽ അഥവാ സുവിശേഷം എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ ഘോഷിക്കപ്പെടുന്നത്? അതിനാസ്പദമായി നമ്മളിന്ന് വായിച്ച മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 19-20 വചനങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ നമുക്കത് മനസ്സിലാകും. കർത്താവായ യേശു ഈ ലോകത്തിൽ തൻ്റെ ശുശ്രൂഷകളെല്ലാം അവസാനിപ്പിച്ച് ക്രൂശിതനായി ഉയർത്ത് എഴുന്നേറ്റ് പിതാവിൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒടുവിലായി ദൈവം മനുഷ്യനോട് പറയുന്ന, ദൈവത്തിൻ്റെ മക്കളോട് പറയുന്ന ഒരു ആഹ്വാനമാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തുന്നത്. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ സ്വന്തം കാര്യങ്ങളും സ്വാർത്ഥമായ ജീവിത അവസ്ഥയിലും മാത്രം ഒരുങ്ങി നിൽക്കാതെ നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടാനായി, അവരുടെ ജീവിതത്തെ നന്മയിലേക്ക് കൊണ്ടുവരാനായി നിങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുക എന്നൊരു ദൗത്യം നിങ്ങളുടെ മേലുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിനുള്ളിലുള്ള ഒരാളെയെങ്കിലും ദൈവസ്നേഹത്തിലേക്ക് ചേർത്ത് കൊണ്ടുവന്ന നന്മയിലൂടെ കൊണ്ടുവരിക, അതിലേക്ക് ചേർത്ത് വയ്ക്കുക നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരിക്കും. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ വെറുതെ ഇരിക്കാനായിട്ടുള്ളവരല്ല, നിങ്ങൾ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാനായിട്ടുള്ളവരല്ല, നിങ്ങൾ പുറപ്പെടണം. പുറപ്പെട്ടിട്ട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. സഭയുടെ ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ആയിരുന്നാലും മുതിർന്നവരെ ആയിരുന്നാലും സ്നാനപ്പെടുത്തുമ്പോൾ ഈ 3 വാക്കുകൾ പ്രധാനമായിട്ടും പറയും. എന്താണ് ആ 3 വാക്കുകൾ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു. അടുത്തൊരു വാചകം കൂടെ പറയും, ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടമായ സഭയിലേക്ക് ഞാൻ നിന്നെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് തന്നെയാണ് ആ വാക്ക് പറയുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒന്നാമത്തെ ചുമതല ദൈവം നൽകിയിട്ട് ദൈവം പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും, ഞാൻ നിങ്ങളോട് ഈ ലോകത്തിലായിരുന്നപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ നേരിട്ട് പറഞ്ഞതുണ്ട്, ആത്മാവിലൂടെ പറഞ്ഞതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പ്രമാണിക്കാൻ തക്കവണ്ണം നിങ്ങൾ എല്ലാവരെയും ഉപദേശിക്കണം. മനസ്സിലായോ? ഇതാണ് ദൈവം നമ്മളോട് പറയുന്ന കാര്യം, നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം.
ദൈവം പറഞ്ഞിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്, വചനങ്ങളുണ്ട്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ദൈവവുമായുള്ള ബന്ധത്തിൽ വിശുദ്ധ ജീവിതം നയിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ എന്തൊക്കെയാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ദൈവം മനുഷ്യരോട് ഉപദേശിച്ചവയാണ്. ഇതിനെ വീണ്ടും ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. ആരുടെ ചുമതല? ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ചുമതല. ഇത് യേശു സ്വർഗത്തിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഈ സുവിശേഷ ഘോഷണം നമ്മളുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. നമുക്കിതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാനായിട്ട് കഴിയില്ല. ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ നിങ്ങൾ ആ കുഞ്ഞിനെ എന്ത് പഠിപ്പിക്കും? വചനം പഠിപ്പിക്കും. ആ കുഞ്ഞിന് നിങ്ങൾ വചനം പറഞ്ഞു കൊടുക്കും. അതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് എന്ത് തന്നെയാണ്? നിങ്ങൾ ചെയ്യുന്നതും മറ്റൊരു സുവിശേഷീകരണത്തിന്റെ പ്രവർത്തനമാണ്. നിങ്ങളുടെ അടുത്ത ജനറേഷനിലോട്ട് നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ദൈവത്തിന്റെ വചനം അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത്, എല്ലാ മാതാപിതാക്കളും ഓർക്കേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും ഏതിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്? സുവിശേഷ ഘോഷണത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. നമുക്കൊരു സൺഡേ സ്കൂൾ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയുണ്ട്. അവർ ചെയ്യുന്നത് രണ്ടാമത്തെ തലത്തിൽ എന്താണ്? ഇതിന്റെ ഒരു അടുത്ത പടിയെന്നോണം ദൈവത്തിന്റെ വചനം ബൈബിളിലൂടെ കർത്താവ് പറഞ്ഞു നൽകിയത് അടുത്ത തലമുറകൾക്ക് അവർ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവരും ചെയ്യുന്നത് ഈ സുവിശേഷ ഘോഷണത്തിന്റെ ഭാഗമാണ്. സഭയിലൂടെ ലഭിക്കുന്ന എല്ലാ ആത്മീയ പരിപോഷണവും അതിന്റെ ഭാഗമാണ്. എല്ലാ സഭാജനങ്ങളും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെയാണ് അത് പൂർണ്ണതയിലേക്ക് എത്തുന്നത്. രണ്ടാമതൊരു ഭാഗം കൂടി വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 15-ാം തിരുവചനം. മർക്കോസ് 16-ാം അധ്യായം അതിന്റെ 15-ാം തിരുവചനം. അവിടെ യേശു തൻ്റെ അരികിലുണ്ടായിരുന്നവരോട് പറയുന്ന ഒരു വചനം ഇങ്ങനെയാണ്: നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. എന്താണ് ചെയ്യേണ്ടത്? സുവിശേഷം പ്രസംഗിക്കണം. യേശു നമ്മളോട് പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഒരുപക്ഷെ ഒരു ചെറിയ ജോലി ചെയ്യുമായിരിക്കും. ആ ജോലി മേഖലയിൽ നിങ്ങളോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരാളോട് നിങ്ങൾക്ക് ഒരു സുവിശേഷം പറയാനായി സാധിക്കണം. നിങ്ങളൊരു ഡോക്ടർ ആയാൽ നിങ്ങളുടെ ഡോക്ടർ ബൈ പ്രൊഫഷനിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ അരികിൽ വരുന്ന ഒരു രോഗിയോട് സുവിശേഷണത്തിന് യോഗ്യമായ രീതിയിൽ നിങ്ങൾ പെരുമാറിയാൽ അതും ദൈവം ആഗ്രഹിക്കുന്ന ഒരു സുവിശേഷീകരണമാണ്. നിങ്ങൾ ഏത് മേഖലയിലായിരുന്നാലും ഏത് ജോലി നിങ്ങൾ ചെയ്യുമ്പോഴായിരുന്നാലും സുവിശേഷത്തിന് യോഗ്യമായ ഒരു പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് മറ്റൊരാളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിച്ച ആത്മീയ നിലവാരത്തിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി പരിശുദ്ധാത്മാവിലൂടെ ദൈവം നിങ്ങളെ നയിക്കുകയാണെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോഴും പ്രാർത്ഥിച്ചും ആ പ്രാർത്ഥനയിൽ ജാഗരിച്ചും സ്തോത്രം പറഞ്ഞുകൊണ്ടും സകലത്തിലും സകല വിശ്വാസികൾക്കും നിങ്ങൾ മാതൃകയായിരിക്കണം. അങ്ങനെ മാതൃകയായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സുവിശേഷം നമ്മൾ അറിയാതെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തപ്പെടുന്നത് നമുക്കറിയാനായി സാധിക്കും. മൂന്നാമതൊരു ഭാഗം കൂടി വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനം. ഈ തിരുവചനത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതിന് നമ്മെ സഹായിക്കുന്നത് ആരാണ് എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1:8. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും. ഏത് കാര്യവും നിങ്ങൾക്ക് ചെയ്യുവാനായി നിങ്ങളെ ബലപ്പെടുത്തുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. യേശുവിന്റെ ശിഷ്യന്മാരെ നമുക്കറിയാമല്ലോ. അവരൊരു കാലയളവിൽ യേശുവിനോട് കൂടെ നടന്ന് വചനങ്ങളെല്ലാം യേശുവിൽ നിന്ന് നേരിട്ട് കേട്ടിരുന്നവരാണ്. യേശു പറഞ്ഞ വചനങ്ങൾ ബഹുഭൂരിപക്ഷവും പകർത്തി എഴുതിയതും യേശുവിന്റെ ശിഷ്യന്മാരാണ്. അങ്ങനെ അവർക്ക് ആ വചനത്തെ പകർത്തി എഴുതി സുവിശേഷങ്ങളാക്കി നമുക്ക് നൽകുവാൻ അവർക്ക് ഇട നൽകിയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ ഈ വചനങ്ങൾ എഴുതാനായി ഓർമ്മിപ്പിച്ചു. മത്തായി ആ സുവിശേഷം എഴുതുമ്പോൾ, മർക്കോസ് എഴുതുമ്പോൾ, വൈദ്യനായ ലൂക്കോസ് ഈ സുവിശേഷം എല്ലാം എഴുതുമ്പോൾ, അപ്പോസ്തലന്മാർ ലേഖനങ്ങൾ എഴുതുമ്പോൾ ഇതിനെല്ലാം എഴുതിപ്പിച്ചത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അതാണ് എല്ലാം പരിശുദ്ധാത്മാ പ്രചോദിതമായി എഴുതപ്പെട്ടതാണ്. ആരും അവരവരുടെ കഴിവിൽ നിന്നുകൊണ്ട് എഴുതിയതല്ല. ഈ വചനങ്ങളെല്ലാം ദൈവ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു കൊടുത്ത് പരിശുദ്ധാത്മാ
കൃപയിൽ നിന്ന് ഓരോ മനുഷ്യർ എഴുതിയതാണ്. എങ്ങനെയാണ് ഇവർക്കിത് എഴുതാനായി കഴിഞ്ഞത്? യേശു പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവർ ഇത്രയും ഓർത്തെടുത്തത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉദാഹരണമായി ഞാൻ പറയാം. ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വചനം പറയുകയാണ്. ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു 5% വാക്കുകളോ സെന്റൻസുകളോ പോലും നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യില്ല, ഓർമ്മയിലിരിക്കില്ല, അല്ലേ? അപ്പൊ യേശു പറഞ്ഞ കാര്യങ്ങൾ 3.5 വർഷം കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവർ എഴുതി വെച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ നോർമൽ മെമ്മറിയിൽ ഇതൊന്നും ദീർഘമായി ഓർമ്മിച്ചു വെച്ച് എഴുതാനൊന്നും കഴിയില്ല. കാരണം യേശു ജീവനോടെ ഇരിക്കുമ്പോഴല്ല ഇവർ ഈ സുവിശേഷം എഴുതിയതെന്ന് നമ്മൾ ഓർക്കണം. യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലും പറയുന്ന യേശുവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഈ വചനം ഇവര് എഴുതി വെക്കുന്നത്. നമുക്കൊരാൾ പറഞ്ഞ കാര്യം ഒരു 3.5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് ഓർത്തെടുക്കാൻ കഴിയുമോ? 5 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ പ്രസംഗത്തിലുള്ള വചനങ്ങൾ ഞാൻ പോയി 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മ കാണുമോ? ഒരു സ്വാഭാവിക മനുഷ്യന് ഒരിക്കലും ഓർമ്മ കാണില്ല. ചില വാക്കുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഓർമ്മയിരിക്കും, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയിരിക്കും. അതുപോലെ തന്നെയാണ് യേശു ലോകത്തിലിരുന്നപ്പോൾ പറഞ്ഞു കൊടുത്ത വചനങ്ങളും അവരെ ഓർമ്മിപ്പിക്കാനായി സഹായിച്ചത് ആരായിരുന്നു? പരിശുദ്ധാത്മാവായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് അവർ ഇതിനെ ഹാൻഡ് റിട്ടൺ ആയിട്ട് അവർ മാറ്റുമ്പോൾ, കൈകൊണ്ട് അവരിതിനെ എഴുതി വയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ ഓർമ്മിപ്പിച്ചു. യേശു മലമേൽ നിൽക്കുമ്പോൾ ഭാഗ്യവചനങ്ങൾ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആ ഓർഡർലി മേനറിൽ അവരെ മനോഹരമായിട്ട് എഴുതി വെച്ചു. ആര് ഓർമ്മിപ്പിച്ചു കൊടുത്തു? പരിശുദ്ധാത്മാവ് അതിനെ ഓർമ്മിപ്പിച്ചു കൊടുത്തു. അതിനെ അവര് എഴുതി വെച്ചു. അതിനുശേഷം യേശു കാൽവരി ക്രൂശിൽ കിടന്ന് പറഞ്ഞ 7 വചനങ്ങൾ എങ്ങനെ അവരെഴുതി? പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു കൊടുത്തു. ഈ 7 വാക്കുകൾ നിങ്ങൾ എഴുതി വെക്കണം. യേശു ഓരോ സ്ഥലത്തും ചെയ്ത അത്ഭുത പ്രവൃത്തികൾ അതേ ക്രമത്തിൽ എഴുതി വെച്ചു. എങ്ങനെ എഴുതി? യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ അവർ ഒരു സ്ക്രിപ്റ്റും എഴുതിക്കൊണ്ട് പോയവരല്ല. ഒന്നും അവരുടെ കയ്യിലില്ലായിരുന്നു. നമ്മൾക്ക് എഴുതി വച്ചില്ല എങ്കിൽ പലതും നമ്മൾ എന്ത് ചെയ്യും? മറന്നു പോകും. അങ്ങനെയെങ്കിൽ എങ്ങനെ ഇവരെഴുതി? ഈ ഒരു ചോദ്യമാണ് എനിക്ക് നിങ്ങളോടുള്ളത്. എങ്ങനെ ഇവരെഴുതി? യേശു പറഞ്ഞ കാര്യങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞ് സുവിശേഷങ്ങളിലൂടെ ഇവരെങ്ങനെ എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏക ഉത്തരം ഇത്രയേ ഉള്ളൂ: പരിശുദ്ധാത്മാവ് അവരെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ച് ചെയ്യിപ്പിച്ചു. ഈ പരിശുദ്ധാത്മാവ് ആണ് ഇന്നും സഭയെ സുവിശേഷം പറയാനായി സഹായിക്കുന്നത്. നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല. അതാ ഞാൻ പറഞ്ഞത്. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് സ്വന്തമായി ഈ ഒരു കഴിവുമില്ലായിരുന്നു. അവർക്ക് സ്വന്തമായി ഇതൊന്നും ചെയ്യാനായിട്ട് കഴിവില്ലാത്തവരായിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ ഒരു കാര്യം നമ്മളോട് പറയാനായി ശ്രമിക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി വ്യക്തമാകും. പൗലോസ് ആരായിരുന്നു നമുക്കറിയാം. പൗലോസിന് ജീവിതത്തിൽ അത്ര പ്രസക്തമായ ഒരു സാധ്യതയൊന്നും ഇല്ലാതിരുന്നതായിരുന്നു അവൻ്റെ ജീവിത കാലഘട്ടം. എന്നാൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ പൗലോസ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 1-ാം വചനം പൗലോസ് പറയുകയാണ്: സഹോദരന്മാരെ, നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം എനിക്കില്ലായിരുന്നു. അദ്ദേഹം പറയുകയാണ്, എനിക്ക് വചനം പറയാൻ അറിയില്ലായിരുന്നു. വചനം നിങ്ങളെ പഠിപ്പിക്കാനായി എനിക്ക് ജ്ഞാനമില്ലായിരുന്നു. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പൗലോസ് പറയുകയാണ് എനിക്ക് എന്തില്ലായിരുന്നു? വചനം പറയാൻ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. 2, എനിക്ക് വചനം പറയാനുള്ള ജ്ഞാനമില്ലായിരുന്നു. എന്നാൽ പൗലോസിനെ കുറിച്ച് മറ്റൊരു കാര്യം നമ്മൾ പറയുന്നുണ്ട്. പൗലോസ് ആരായിരുന്നു? ഏറ്റവും മികച്ച പഠനം ഗമാലിയേലിന്റെ കീഴിൽ നടത്തിയവനാണ്. ഗമാലിയേലിന്റെ കീഴിൽ ന്യായപ്രമാണം എല്ലാം പഠിച്ച ഈ മനുഷ്യൻ പറയുകയാണ്, യേശുവിനെ കുറിച്ച് പറയാനുള്ള സുവിശേഷ ബോധ്യം ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. യേശുവിനെ കുറിച്ച് ഞാൻ ഇന്ന് എന്തെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ എന്താണ് എന്ന് അദ്ദേഹം തുടർന്ന് നമ്മളോട് പറയും. അദ്ദേഹം പറയുന്നത്, എനിക്ക് വചനം പറയാൻ കഴിവില്ലായിരുന്നു. അപ്പൊ നിങ്ങളും ചിന്തിക്കും, ഞാൻ എങ്ങനെ വചനം പറയും? പൗലോസ് പറയുകയാണ്, എനിക്കും വചനം പറയാൻ കഴിവില്ലായിരുന്നു. 2, അതിനുള്ള ജ്ഞാനം എനിക്കില്ലായിരുന്നു. മറന്നു പോകരുത്. ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ? എനിക്ക് വചനം പറയാനുള്ള അറിവില്ലായിരുന്നു, വചനം പറയാനുള്ള ജ്ഞാനവും എനിക്കില്ലായിരുന്നു. എന്നാൽ
ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കാൻ വേണ്ടിയാണ് വന്നത്. എനിക്ക് കിട്ടിയ ഒരു സാക്ഷ്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. 5-ാമത്തെ വാക്യം വായിച്ച്, എൻ്റെ വചനവും എന്ന് പറഞ്ഞാൽ ആരുടെ വചനമാണ്? പൗലോസ് പറയുകയാണ്, ഞാൻ പറയുന്ന വചനവും എൻ്റെ പ്രസംഗവും. പൗലോസ് പ്രസംഗിക്കുന്നതും ഏത് രീതിയിലല്ല, ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, താൻ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വച്ചല്ല താൻ പ്രസംഗിക്കുന്നത്. ഇത്രയും ദിവസം എനിക്ക് കിട്ടിയ അറിവ്, ഇൻഫർമേഷൻ വച്ചല്ല ഞാൻ ഇതെല്ലാം നിങ്ങളോട് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത്രേ ഞാൻ ഇന്ന് നിങ്ങളോട് വചനം പറയുന്നത്. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായോ? നമുക്കൊരു കഴിവില്ലായിരിക്കാം, ഒരു അറിവുമില്ലായിരിക്കാം, വിദ്യാഭ്യാസപരമായുള്ള മേഖലയിലൊക്കെ നമ്മൾ വളരെ താണ നിലയിലായിരിക്കാം. പക്ഷേ പൗലോസ് പറയുകയാണ്, എന്നെ ഇന്ന് വചനം പറയാൻ സഹായിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. യേശുവിന്റെ ശിഷ്യന്മാർക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നോ? അവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്നവരാണ് യേശുവിന്റെ ശിഷ്യന്മാരിൽ ബഹുഭൂരിപക്ഷവും. അതാണ് ഞാൻ പറഞ്ഞത്, അടിസ്ഥാന ബേസിക് എഡ്യൂക്കേഷൻ പോലും ഇല്ലാതിരുന്നവരാണ്. അവരെയാണ് യേശു അസാധാരണ മനുഷ്യരാക്കി മാറ്റുന്നത്. സാധാരണക്കാരായ മനുഷ്യർ ദൈവത്തിന്റെ വചനം കരങ്ങളിൽ എടുത്ത് അവർ അന്ന് വരെ ഇല്ലാത്ത രീതിയിൽ ജനങ്ങളോട് സുവിശേഷം പറഞ്ഞു എന്ന് അപ്പോസ്തല പ്രവർത്തികൾ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. എങ്ങനെയാണ് അവർ ഈ സുവിശേഷം പറഞ്ഞത്? അവരെ ഈ സുവിശേഷം പറയാനായി പ്രേരിപ്പിച്ചത്, സഹായിച്ചത് പരിശുദ്ധാത്മാവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ 1-ാമത്തെ ചുമതല ഏതാണ്? സുവിശേഷം പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ചിന്തിക്കും നിങ്ങൾക്ക് അറിവില്ല, നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ പഠിച്ചിട്ടില്ല. പക്ഷേ പൗലോസ് പറയുകയാണ്, അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങളെ ആര് പഠിപ്പിക്കും? പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനുവേണ്ടി ശക്തീകരിക്കും. അതിനുവേണ്ടി ദൈവത്തിന്റെ കരങ്ങളിൽ, ദൈവാത്മാവിന്റെ കൃപകൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അതാണ് ദൈവം നമ്മളോട് പറയുന്നത്. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകരുത്. ഒന്നാമത് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിലൂടെ ചില കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ്. അതിൽ 1-ാമത്തെ കാര്യമാണ് സുവിശേഷം പറയുക. ഇത് പറയാനായിട്ട് പറയുമ്പോൾ നമുക്ക് ചില തടസ്സങ്ങളുണ്ട്, ചില ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. നമ്മൾ പറയും നമുക്ക് വിദ്യാഭ്യാസമില്ല, ഞാൻ എങ്ങനെ പറയും, എനിക്കതിനെക്കുറിച്ചുള്ള നോളേജ് ഇല്ല. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാർ ഇതേ സാഹചര്യമുള്ളവരായിരുന്നു. അവർക്ക് ഇതൊന്നും സൂക്ഷിച്ചു വെക്കാനുള്ള ബുദ്ധിയില്ലായിരുന്നു. യേശു കൂടെ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞ വചനങ്ങളെല്ലാം യേശുവിന്റെ മരണത്തിന് ശേഷം, കാലങ്ങൾക്ക് ശേഷം അവർ എഴുതി വെച്ചത് ബുദ്ധിക്കും പ്രാപ്തിക്കും അതീതമായി പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയ ഓർമ്മപ്പെടുത്തലുകളിലൂടെ അതിമനോഹരമായി അവരതിനെ എഴുതി വെക്കുകയാണ്. നിങ്ങളിലൂടെയും ദൈവത്തിനത് സാധിക്കും. രണ്ടാമത് ഞാൻ പൗലോസിനെയും പത്രോസിനെയും പരിചയപ്പെടുത്തി. ഇവർ രണ്ടുപേരും അതിപ്രാവീണ്യമുള്ളവരൊന്നും ആയിരുന്നില്ല. പൗലോസ് തൻ്റെ അനുഭവം പറയുകയാണ്, എനിക്ക് വചനം പറയാൻ അറിയില്ല, എനിക്ക് അതിനുള്ള നോളേജ് ഇല്ല, പക്ഷേ ഞാൻ ഇന്ന് പറയുന്ന വചനം ആര് പഠിപ്പിച്ചു തന്നതാണ്? എനിക്ക് നൽകിയ സാക്ഷ്യത്തിലൂടെ ദൈവാത്മാവ് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ദൈവത്തിലൂടെ നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരോട് പങ്കുവെച്ചു കൊടുക്കണം. അത് ദൈവത്തിന്റെ ഒരു ആഗ്രഹമാണ്. നമ്മളത് ചെയ്യണം, നിർബന്ധമായി നമ്മളത് ചെയ്യണം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു സാക്ഷ്യമുള്ള ജീവിതമാണ് നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. എങ്ങനെയുള്ള ജീവിതമാണ്? സാക്ഷ്യമുള്ള ജീവിതം. നമ്മളിപ്പോൾ വായിച്ചു നിർത്തിയ ഭാഗം 1 അപ്പോസ്തല പ്രവൃത്തി 1:8 അവിടെ പറയുകയാണ്, നിങ്ങൾ യെരൂശലേമിൽ ഏറ്റവും ഒടുവിൽ ഭൂമിയുടെ അറ്റത്തോളം ആരായി മാറണം? ദൈവത്തിന്റെ സാക്ഷികളായി മാറണം, ദൈവത്തിന്റെ സാക്ഷ്യമുള്ളവരായി മാറണം. നമ്മൾ രണ്ടാമത് വായിച്ച കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും അതാണ് പറയുന്നത്. പൗലോസ് പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ സാക്ഷ്യമാണ് നിങ്ങളോട് പറയുന്നത്. 1 കൊരിന്ത്യർ 2-ാം വാക്യം, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവത്തിന്റെ ആഴങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ പ്രാപ്തിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. ഇതിനെ നമ്മുടെ മുന്നിൽ ദൈവം വെളിപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ സാക്ഷ്യമുള്ള ഒരു അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. ഈ ലോകത്തിന്റെ വിശ്വാസവും ദൈവം പറയുന്ന വിശ്വാസവും തമ്മിൽ ഒരു ചെറിയ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ വിശ്വസിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്?
തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? ഏതെങ്കിലും ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ ഇന്ന് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇടിമിന്നലും മഴയ്ക്കും സാധ്യത ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിശ്വസിക്കും. ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരത് പറയുന്നത്? അവർക്ക് ലഭിച്ച തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ഇന്ന് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ മഴ പെയ്യും, അതിനുള്ള സാധ്യതയുണ്ട്, 90% എന്ത് ചെയ്തിരിക്കും? പെയ്തിരിക്കും. ഏതിൻ്റെ അടിസ്ഥാനത്തിലാണത് പറയുന്നത്? നിരീക്ഷണങ്ങളുടെയും വ്യക്തമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്. അപ്പൊ ഈ ലോകത്തിലുള്ള ഏത് കാര്യം നോക്കിയാലും അങ്ങനെയാണ്. മെഡിക്കൽ സയൻസ് ഒരു കാര്യം പറയുകയാണ്, വെറുതെ ഒരു കാര്യം പറയില്ല. ഒരാളെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരാദ്യം ചോദിക്കുന്നത് എന്താണ്? നമ്മളുടെ മെഡിക്കൽ ഹിസ്റ്ററി എടുക്കും. ഒന്നാമത് നിങ്ങൾക്ക് മുൻപ് ഈ രോഗം വന്നിട്ടുണ്ടോ? രണ്ടാമത് എന്ത് ചെയ്യും? ഫാമിലി ഹിസ്റ്ററി എടുക്കും. നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ തരത്തിലുള്ള രോഗമുണ്ടോ? എന്നിട്ട് പറയും, ഇത്രയും വെച്ച് ഞാൻ അനലൈസ് ചെയ്തിട്ട് അവർ പറയും, ഇനി പറയുന്ന ചില ടെസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം. ആ ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം അവർ പറയും, നിങ്ങൾക്ക് ഈ രോഗത്തിന് വേണ്ടി ഇന്ന രീതിയിലുള്ള ചികിത്സയും മരുന്നുകളുമാണ് ആവശ്യം. എങ്ങനെയാണ് അവരത് പറയുന്നത്? ഒന്ന്, നമുക്കുള്ള മുൻപ് വന്ന പാരമ്പര്യ രോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ആ രോഗങ്ങൾ ഉണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. മൂന്ന്, നമ്മളെ പരിശോധിച്ച് കിട്ടിയ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇന്ന രോഗമുണ്ട് എന്ന് അവര് കൃത്യതയോടുകൂടെ പറയുന്നത്. ഇതാണ് ഈ ലോകത്തിന്റെ ഒരു ക്രമം എന്ന് പറയുന്നത്. എന്നാൽ അത് 100% ശരിയായിരിക്കണമെന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്നാൽ ദൈവത്തിന്റെ രീതി മറ്റൊന്നാണ്. ദൈവത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ ആദ്യം വിശ്വസിക്കണം, രണ്ടാമത് അത് ഉണ്ടെന്ന് എന്ത് ചെയ്യണം? കാണണം. ഇതാണ് ദൈവത്തിന്റെ രീതി എന്ന് പറയുന്നത്. ആദ്യം എന്ത് ചെയ്യണം? വിശ്വസിക്കണം, രണ്ടാമത് അത് നമ്മൾ കണ്ണുകൊണ്ട് കാണും. ആദ്യം വിശ്വസിക്കണം, രണ്ടാമത് അത് കണ്ണുകൊണ്ട് കാണും. ലോകത്തിൽ എങ്ങനെയാണ്? ആദ്യം കാണും, എന്നിട്ട് അത് ഉണ്ടെന്ന് എന്ത് ചെയ്യും? വിശ്വസിക്കും. ദൈവത്തിന്റെ രീതി എന്താണ്? ദൈവമുണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം, അടുത്ത് നിങ്ങൾ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണും. ദൈവമുണ്ടെന്ന് വിശ്വസിച്ച എല്ലാവരിലും, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വലുതാണെന്ന് വിശ്വസിച്ച എല്ലാവരിലും, പിന്നീട് അവർ വിശ്വസിച്ച് ഏറ്റെടുത്ത അനുഗ്രഹങ്ങൾ അവര് സാക്ഷ്യമായി ഈ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ദൈവ മക്കളിലൂടെ ആഗ്രഹിക്കുന്നത്. ആദ്യം വിശ്വസിക്കുക, വിശ്വസിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ണുകൊണ്ട് അത് കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? സാക്ഷ്യമുള്ളവരായി മാറണം. യേശുവിന്റെ അരികിൽ പലരും വരുമ്പോൾ, പല ആവശ്യങ്ങൾക്കും വേണ്ടി വരുമ്പോൾ, യേശു അവരോട് ചോദിക്കുന്നത്, പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വാക്ക് ഇതാണ്: നിന്റെ വിശ്വാസം പോലെ നിനക്ക് എന്ത് ചെയ്യട്ടെ? ഭവിക്കട്ടെ. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന അതിപ്രധാനമായ ഒരു വാക്യമുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. ആശിക്കുക എന്ന് പറഞ്ഞാൽ നീ കണ്ടിട്ടില്ല, പക്ഷെ എന്താണ്? നീ കാണാതെ ഒരു കാര്യത്തെക്കുറിച്ച് ആശിക്കുകയാണ്. എങ്ങനെ? ഉറപ്പോടുകൂടെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും. നീ കണ്ടിട്ടില്ല, പക്ഷെ ആ കാര്യം എന്ത്? യഥാർത്ഥത്തിൽ ഉണ്ട്. കണ്ടിട്ടില്ല, പക്ഷെ ആ കാര്യമുണ്ട്. കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പും. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണും. ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ലോകത്തിൽ കണ്ടിട്ട് വിശ്വസിക്കും, എന്നാൽ ദൈവവുമായുള്ള ബന്ധത്തിൽ കാണാതെ വിശ്വസിക്കും. യേശു ഒടുവിൽ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് തോമസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്: കാണാതെ വിശ്വസിച്ചവർ ആരാണ്? ഭാഗ്യവാന്മാർ. അങ്ങനെ കാണാതെ വിശ്വസിച്ച ഒരു കൂട്ടം ആൾക്കാർ ബൈബിളിലുണ്ട്. കാണാതെ വിശ്വസിച്ചവർ, ദൈവം പറഞ്ഞത് നടക്കുമെന്ന് വിശ്വസിച്ചവർ, ദൈവത്താൽ അത്ഭുതങ്ങൾ കാണുമെന്ന് വിശ്വസിച്ചവർ, ദൈവം ഞങ്ങളെ നയിക്കുമെന്ന് ഹൃദയം കൊണ്ട് തിരിച്ചറിഞ്ഞവർ, അവരെല്ലാം യേശുവിൻ്റെ സാക്ഷ്യമുള്ള മക്കളായിട്ട് മാറുകയാണ്. അങ്ങനെ സാക്ഷ്യമുള്ള മക്കളായിട്ട് മാറിയ കുറേ പേരുണ്ട്. യേശുവിനോട് കൂടെ നടന്ന കുറേ സ്ത്രീകളാണ്. അവരെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഗ്ദലക്കാരത്തി മറിയ, അങ്ങനെ ഒരു കൂട്ടം സ്ത്രീകൾ. അവർ യേശുവിൻ്റെ ക്രൂശോളം യേശുവിനോട് ചേർന്ന് നടക്കുകയാണ്. അപ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. എന്നാൽ ദൈവം അത് നിങ്ങളുടെ മുൻപിൽ നടത്തി നിങ്ങളുടെ മുന്നിൽ അത് കാണിച്ചു തരും.
വിശ്വസിക്കുന്നവരാൽ വലിയ അടയാളങ്ങൾ ആ സഭയിൽ നടന്നു എന്ന് പൗലോസ് പറയുകയാണ്. വിശ്വസിച്ചവരാൽ ഏറിയ അടയാളങ്ങൾ ആ സഭയിൽ നടന്നു. അങ്ങനെ അവർ ആ സാക്ഷ്യ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്ന് മനസ്സിലാക്കുകയാണ്. എന്താണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന സാക്ഷ്യം? ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സാക്ഷ്യം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വചനങ്ങളിലാണ് രേഖപ്പെടുത്തുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. ആ ഭാഗം യേശു നമ്മളോട് പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതാണ് നിങ്ങളെക്കുറിച്ചുള്ള ഒന്നാമത്തെ സാക്ഷ്യം. നിങ്ങൾ ഈ ലോകത്തിൽ വെളിച്ചമായി നിൽക്കണം. നിങ്ങൾ ഒരിക്കലും ഇരുളിൻ്റെ കീഴെ നിൽക്കേണ്ടവരല്ല. നിങ്ങൾ ഈ ലോകത്തിൽ പ്രകാശിക്കേണ്ടവരാണ്. അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ സാക്ഷ്യം. നിങ്ങൾ ഇന്ന് കാണുന്ന അവസ്ഥയിൽ നിന്ന് താഴോട്ട് പോകാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രകാശിക്കണം. നമ്മൾ ഓരോ മേഖലയിലും നമ്മൾ പ്രകാശിക്കണം. എന്നിട്ട് പറയുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. ദൈവം നിങ്ങളെ കൊണ്ടുചെന്ന് ഇരുത്തിയിരിക്കുന്നത് ഒരു ഉയരത്തിലാണ്. നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ടവരല്ല? നിങ്ങൾ മറഞ്ഞിരിക്കേണ്ടവരല്ല. ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കുന്നു. മൂന്നാമത് പറയുന്നത് കാര്യം, നിങ്ങളെ ദൈവം ജ്വലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രകാശം നിങ്ങൾ ഒരിക്കലും മറച്ചു കളയരുത്. അപ്പൊ ദൈവം നമ്മളിലൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന 3 സാക്ഷ്യങ്ങളാണ്. ഒന്ന്, നിങ്ങളെപ്പോഴും പ്രകാശിക്കണം. രണ്ടാമത്, ദൈവം നിങ്ങളെ ഒരു ഉയരത്തിലേക്ക് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരിക്കലും മറഞ്ഞിരിക്കാനായി ശ്രമിക്കരുത്. മൂന്നാമത്, ദൈവം നമ്മളോട് പറയാനായി ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പ്രകാശം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇതാണ് രണ്ടാമത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കിയത്, ദൈവത്തിന്റെ സുവിശേഷം ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ പ്രഘോഷിക്കണം. രണ്ടാമത്, ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്ന വഴിയിലൂടെ സാക്ഷ്യ ജീവിതം നമ്മൾ നേടിയെടുക്കണം. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഏതായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞത്? എങ്ങനെയുള്ള ഒരു ജീവിതം വേണം? ഒരു പ്രയർഫുൾ ലൈഫ് നമുക്കുണ്ടാകണം. ഈ പ്രാർത്ഥനാ ജീവിതത്തിന് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാം തിരുവചനം. എഫേസ്യർ 6-ാം അധ്യായം 18-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നു, പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും ബാക്കി പൂർണ്ണ സ്ഥിരത കാണിക്കാനായിട്ട് പറയുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന്, പ്രാർത്ഥിക്കണം. 2, യാചിക്കണം. എപ്പോഴാണ്? ഏത് നേരത്തും. എങ്ങനെ പ്രാർത്ഥിക്കണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവാണ് നമ്മളെ പ്രാർത്ഥിക്കാനായി സഹായിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. വചനം പറയാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സാക്ഷ്യ ജീവിതം നയിക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മൂന്നാമത്, പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. 1 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ. 1 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും സാവധാനതയോടും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, അതായത് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നതാണ്. വിശേഷാൽ രാജാക്കന്മാർക്ക് വേണ്ടിയും സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടിയും യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവാണ്. ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം? സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം? സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെയോ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? സ്വസ്ഥതയുള്ള ജീവനം കഴിക്കേണ്ടതിന്. സ്വസ്ഥതയോടെ നമുക്ക് എന്ത് ചെയ്യണം? ജീവിക്കണം. സ്വസ്ഥതയോടെ ജീവനം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വസ്ഥതയോടെ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ കാര്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സകല അധികാരസ്ഥർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പിന്നെയോ രാജാക്കന്മാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയോട് കൂടെ നമ്മൾ പക്ഷപാതം ചെയ്യണം. പക്ഷപാതം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? എന്താണ്? മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് നമുക്ക് അനുഗ്രഹമാക്കി തരും. മൂന്നാമത്തെ വാക്യം, അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അപ്പോൾ നമ്മളൊരു പ്രാർത്ഥനയുടെ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൻ്റെ പ്രാരംഭമായിട്ടാണ് ഈ ഒരു വചനം ദൈവം എനിക്ക് തന്നത്. ദൈവം പറയുകയാണ്, നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ഗിഫ്റ്റ് ഉണ്ട്.
ഈ ഗിഫ്റ്റ് എന്താണ്? നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും ദൈവത്തിന് പ്രസാദകരവുമാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കും. അത് നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക. രണ്ടാമത്തെ അതുമായി ബന്ധപ്പെട്ട ഒരു വചനം കൂടി പറയാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 30-ാം തിരുവചനം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 30-ാം തിരുവചനം. ദൈവം അവിടെ തനിക്ക് വിശുദ്ധരായ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഞാൻ ആ വചനം വായിക്കാം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടവിൽ നിൽക്കേണ്ടതിന് ഞാൻ ഒരു പുരുഷനെ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. അർത്ഥം മനസ്സിലായോ? ഒന്ന് ഇനി പറഞ്ഞാൽ മനസ്സിലാകും. യെഹെസ്കേൽ 22:30. ഞാനെന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവം. ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം, ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് വേണ്ടി അതിന് മതിൽ കെട്ടണം. മതിൽ കെട്ടണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന കൊണ്ട് ഒരു കോട്ട പണിയണം. പ്രാർത്ഥന കൊണ്ട് ഒരു കോട്ട പണിയാൻ ഞാൻ എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കാൻ ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്തിയില്ല. അപ്പൊ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുടുംബത്തിന് ശത്രു അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിനെന്ത് ചെയ്യണം? ഒരു കോട്ട കെട്ടണം. ദൈവം അന്വേഷിക്കും. ഈ കോട്ട കെട്ടാനായി ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ഈ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം ആ വീടിനെ ശത്രു അറ്റാക്ക് ചെയ്യാതെ എന്ത് ചെയ്യും? കവർ ചെയ്ത് നിർത്തും. അപ്പോൾ ഇതാണ് പ്രാർത്ഥനയുടെ മറ്റൊരു ലക്ഷ്യം. ഇതിനെ നമ്മളെ സഹായിക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവാണ്. മൂന്നാമതൊരു ഭാഗം കൂടി വായിക്കാം. നെഹമ്യാവ് 1:6. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: രാവും പകലും നിന്നോട് പ്രാർത്ഥിക്കുന്ന നിന്റെ ഭക്തന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി നീ ഇറങ്ങി വരുന്ന ദൈവമാണ്. നെഹമ്യാവ് പറയുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നെഹമ്യാവ് നിൽക്കുന്ന സമയത്ത് അവിടെ യെരുശലേമിന്റെ കോട്ടകളെല്ലാം പൊളിഞ്ഞുപോയി. കോട്ട പൊളിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ശത്രു വേഗത്തിൽ അറ്റാക്ക് ചെയ്യും. നമ്മുടെ ലൈഫിൽ ഇത് തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ കോട്ടയിൽ എവിടെയെങ്കിലും വിള്ളൽ വന്നു കഴിഞ്ഞാൽ അതിലൂടെ ശത്രു നമ്മുടെ ജീവിതത്തെ ആക്രമിക്കും. ഇസ്രായേൽ മക്കളുടെ കോട്ടയ്ക്ക് വിള്ളൽ വീണു. നെഹമ്യാവ് കോട്ട പണിയാനായി ശ്രമിക്കുകയാണ്. കോട്ട പണിയാനായി ശ്രമിക്കുമ്പോൾ ആദ്യം ദൈവത്തോട് പറയുന്നൊരു കാര്യമാണ്: ദൈവമേ, രാവും പകലും നിന്നോട് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരമരുളുന്ന ദൈവമാണല്ലോ. അങ്ങനെയെങ്കിൽ ഈ കോട്ട പണിയാനും പ്രാർത്ഥന എന്ന ഈ കോട്ട പണിത് ഞങ്ങളെ അതിൽ സുരക്ഷിതരാക്കാനും നിനക്കിഷ്ടം തോന്നണമേ എന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ് അത്. ഇനി നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഒന്നാമത് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം വീട്ടിൽ പോയി വായിക്കുക. റോമർ 8:26. അവിടെ പറയുന്നു, ആത്മാവ് താനും നമുക്ക് വേണ്ടി ജാഗരിക്കുന്നു. നമ്മളെ പ്രാർത്ഥിക്കാൻ ആര് സഹായിക്കും? ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കും. രണ്ടാമത് എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം അവിടെ വായിക്കുന്നു, ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ഇടവിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം പ്രാർത്ഥിക്കാനായൊരു താല്പര്യം നമുക്കുണ്ടാകണമെങ്കിൽ ഈ ഒരു കവറിങ് എല്ലാം നമുക്ക് കിട്ടും. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു കവറിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ദൗത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ചെയ്യാനായി സാധിക്കും. അങ്ങനെ ചെയ്ത ഒരു മനുഷ്യനാണ് നമ്മൾ ഇന്ന് വായിച്ച അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 7-ാം അധ്യായത്തിലെ സ്തേഫാനോസ് ദൈവവുമായുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ദൈവാലയത്തിലെ ശുശ്രൂഷകളിൽ വിധവമാരെ പങ്കെടുപ്പിക്കുന്നില്ല എന്നൊരു പ്രശ്നമാണ് അവിടെ ഉണ്ടായിരുന്നത്. വിധവമാരെ ശുശ്രൂഷകളിൽ പങ്കെടുപ്പിക്കാതെ യവന ചിന്തക്കാരും ഗ്രീക്കുകാരും യഹൂദന്മാരും തമ്മിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി 8 പേരെ അപ്പോസ്തലന്മാര് നിയോഗിച്ചു. ഈ 8 പേരെ നിയോഗിച്ചപ്പോൾ ഈ 8 പേരിൽ ഒരാളായിരുന്നു നമ്മൾ ഇവിടെ പറയുന്ന സ്തേഫാനോസ്. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 3-ാം വാക്യം. ഇവനൊരു പ്രത്യേകതയുണ്ടായിരുന്നു.
ദൈവത്തിൻ്റെ ആത്മാവും ജ്ഞാനവും സാക്ഷ്യവുമുള്ള 7 പുരുഷന്മാരിൽ ഒരാളായിരുന്നു. ഞാൻ ഈ പറഞ്ഞു വന്ന 3 കാര്യങ്ങളും അതിനകത്തുണ്ട്. അവൻ്റെ മേൽ എന്തുണ്ടായിരുന്നു? ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു. ആത്മാവിലൂടെ അവൻ വചനങ്ങൾ പറഞ്ഞു. ദൈവത്തിൻ്റെ ജ്ഞാനം അവൻ്റെ മേലുണ്ടായിരുന്നു. ഞാൻ ഒടുവിൽ പറഞ്ഞ കാര്യം, നല്ല സാക്ഷ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ പേരാണ് 8 പേരിൽ ഒരവനായ സ്തേഫാനോസ്. സ്തേഫാനോസ് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ വചനം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർക്ക് ഈ വചനം പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നതായിരുന്നു വചനം. അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിത രീതികൾക്ക് വിരുദ്ധമായി അനീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും സ്തേഫാനോസ് അവരുടെ തെറ്റുകളെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഈ സ്തേഫാനോസിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. സ്തേഫാനോസിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ സ്തേഫാനോസിനെ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ അവിടെ ന്യായാധിപന്മാർ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ കാണുന്നു, അവൻ്റെ മുഖം ദൈവത്തിൻ്റെ ദൂതന്റെ മുഖം പോലെ ശോഭയുള്ളതായി ന്യായാധിപന്മാർ കണ്ടു. അവർക്കൊന്നും പറയാനായിട്ട് കഴിഞ്ഞില്ല. 7-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അവർ ചോദിച്ചു, എന്താണ് നീ ഇപ്പോൾ ചെയ്യുന്നതെന്നത്. അദ്ദേഹം മറുപടി പറഞ്ഞു, ഒരു വലിയൊരു പ്രസംഗം നടത്തിക്കൊണ്ട്. ഈ പ്രസംഗമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 53 വരെയുള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. അതിൽ 51-ാമത്തെ വചനത്തിൽ തൻ്റെ പ്രസംഗം പറഞ്ഞു കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ശാഠ്യത്തോടെ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഉള്ളവരായി ഈ നാളുകളിൽ മാറാതെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കുന്നു എന്ന് അവരോട് പറയുകയാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നില്ല, നിങ്ങൾ ആത്മാവിനാൽ നടക്കുന്നില്ല, നിങ്ങൾ ആത്മാവിനാൽ വിവേചിക്കുന്നില്ല, നിങ്ങൾ അശുദ്ധിയുടെ വഴിയിലേക്ക്, അധാർമികതയിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു കാണോ? ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് ചെയ്തു? നമ്മൾ ഇന്ന് വായിച്ചു 54-ാമത്തെ വാക്യം. അവർ കോപപരവശരായി പല്ല് കടിച്ചു. അവർ കോപപരവശരായി പല്ല് കടിച്ചു. എന്തിനാണ് നമ്മൾ പല്ല് കടിക്കുന്നത്? നമുക്ക് അപാരമായ ദേഷ്യം വരുമ്പോൾ. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? സങ്കീർത്തനം 112 അതിൻ്റെ 10-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും, അവൻ്റെ ആശ നശിച്ചു പോകും. അപ്പോൾ ദുഷ്ടൻ എന്ത് ചെയ്തു? പല്ല് കടിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വയ്ക്കുകയാണ്, ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. ഈ വചനം പറഞ്ഞത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? ദുഷ്ടൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ പല്ല് കടിച്ചു. പക്ഷെ എന്താണ് സംഭവിച്ചത്? പല്ല് കടിച്ച് ഉരുകിപ്പോയി, ദുഷ്ടന്റെ ആശ നശിച്ചുപോയി. രണ്ടാമതൊരു റെഫറൻസോടെ പറഞ്ഞു തരാം. സങ്കീർത്തനം 37 അതിൻ്റെ 12-13 ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള വചനങ്ങൾ തന്നെയാണ്. അങ്ങനെ ഇവരെല്ലാവരും പല്ല് കടിച്ച് എങ്ങനെയെങ്കിലും ഇവനെ നശിപ്പിക്കണമെന്ന് കരുതി. പക്ഷേ ഈ സമയത്ത് സ്തേഫാനോസ്, സഭയുടെ 1-ാമത്തെ രക്തസാക്ഷിയായ സ്റ്റീവൻ, അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഈ സമയത്ത് ദൈവം അവന് സ്വർഗം കാണിക്കുകയാണ്. മനസ്സിലായോ? ഈ സമയത്ത് സ്വർഗം കാണിച്ചു. അതുവരെ അവന് കിട്ടാത്തിരുന്ന ഒരു സ്വർഗീയ ദർശനം കണ്ടു. അവൻ മുകളിലേക്ക് നോക്കുമ്പോൾ ദൈവം സ്വർഗസ്ഥനായിരിക്കുന്നതും അവൻ്റെ വലത്ത് ഭാഗത്ത് കർത്താവായ ക്രിസ്തു ഇരിക്കുന്നതും അവൻ കണ്ടു. അങ്ങനെ അവൻ നിലവിളിച്ചു. എന്നാൽ ഈ ലോകത്തിലെ ജനങ്ങളെല്ലാം അവനെ കല്ലെറിഞ്ഞ് കൊല്ലാനായി ശ്രമിച്ചു. 58-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടും. ആരാണ് ആ വ്യക്തി? ശൗൽ. ശൗൽ എങ്ങനെയാണ് മാറിയതെന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയാണ്. ശൗൽ എന്ന ബാല്യക്കാരൻ ഈ കോണ്ടെക്സ്റ്റിൽ അവിടെയുണ്ട്. കല്ലെറിയാനായി ഈ ജനങ്ങളെല്ലാം വന്നപ്പോൾ അവരുടെ പുറത്തിട്ടിരുന്ന ഒരു വസ്ത്രമുണ്ട്. അതായത് ഔട്ടർ ക്ലോത്ത് എന്ന് പറയും, പുറമേ ഇട്ടിരുന്ന ഒരു വസ്ത്രം. ഈ പുറമേ ഉണ്ടായിരുന്ന വസ്ത്രം, ഈ ഔട്ടർ ഗാർമെന്റ് അവര് ഊരി വെച്ചു. ഇപ്പൊ എനിക്കൊരു കല്ലെടുത്ത് എറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പുറത്തുള്ള ഈ ഒരു ക്ലോത്ത് ഉണ്ടെങ്കിൽ എനിക്ക് അത്ര എളുപ്പമല്ല. പക്ഷെ ഇതില്ലെങ്കിൽ എനിക്ക് കല്ലെടുത്തെറിയാൻ എളുപ്പമാണ്. അങ്ങനെ ഇവരെല്ലാവരും അവരുടെ ഔട്ടർ ക്ലോത്ത് ഊരി ശൗൽ എന്ന ബാല്യക്കാരന്റെ കാൽക്കൽ കൊണ്ടുവച്ചു. ഈ സമയത്ത് സ്തേഫാനോസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ആത്മാവിനാൽ അവൻ വചനം പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവിനാൽ അവൻ 1-ാമത്തെ രക്തസാക്ഷിയായി മാറി.
ദൈവത്തിന്റെ ആത്മാവിനാൽ അവൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇന്ന് പറഞ്ഞ 3 കാര്യങ്ങളാണ്. ദൈവാത്മാവ് എന്തിനൊക്കെ സഹായിച്ചു? വചനം പറയാൻ സഹായിച്ചു, ദൈവാത്മാവ് സാക്ഷ്യമുള്ളവനാകാൻ സഹായിച്ചു, ദൈവാത്മാവ് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ സഹായിച്ചു. ഈ 3മാണ് നമ്മളെക്കുറിച്ചുള്ള ദൗത്യമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഈ 3 കാര്യം സ്തേഫാനോസ് ചെയ്തപ്പോൾ ഒരു അധ്യായം കഴിയുമ്പോൾ വലിയൊരു അത്ഭുതം അവിടെ നടക്കും. ഏതാണ് അത്ഭുതം എന്നറിയാമോ? ആ അത്ഭുതത്തിന്റെ പേരാണ് ശൗൽ പൗലോസായിട്ട് മാറി. ഒരു മനുഷ്യൻ ദൈവം പറഞ്ഞതുപോലെ നിന്ന് ഈ 3 കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒരു അധ്യായം കഴിഞ്ഞ് 9ാമത്തെ അധ്യായത്തിൽ വെച്ച് ശൗൽ പൗലോസായി മാറി. അതാണ് അത്ഭുതം. ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത് ഈ ഒരു വലിയൊരു അത്ഭുതം കാണാനാണ്. ഇന്ന് ശൗൽ ഈ വസ്ത്രകൂമ്പാരങ്ങളുടെ നടുവിൽ നിന്നെങ്കിൽ ഒരധ്യായം കഴിയുമ്പോൾ അവൻ യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായി ശൗൽ പൗലോസായി മാറുകയാണ്. ദൈവത്തിന് നമ്മളിലൂടെ ഇതുപോലെ ചില മാറ്റങ്ങൾ ചെയ്യാൻ പറ്റും. അതിനെന്ത് ചെയ്യണം? ദൈവത്തിന്റെ ആത്മാവിലുള്ള ശുശ്രൂഷ നമ്മൾ ചെയ്യുക. 3 ശുശ്രൂഷകൾ ഞാൻ പറഞ്ഞു. ഈ 3 ശുശ്രൂഷകളും ചെയ്ത ഒരാളിനെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പേരാണ് സ്തേഫാനോസ്. സ്തേഫാനോസ് ദൈവ വചനത്തിൽ നിന്ന് ആത്മാവിനാൽ പറഞ്ഞു കൊടുത്തു. 2, ദൈവവചനത്തിന്റെ കൃപയിൽ അവൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തിന് സാക്ഷ്യമുള്ളവനായി മാറി. 3ാമത്തെ കാര്യം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ സ്വർഗസ്ഥനായ ദൈവത്തെ കണ്ടു, പുത്രനെ കണ്ടു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എന്തു വലിയ അനുഗ്രഹമാണ് നോക്കിയേ. നമ്മുടെ മരണവും പോലും ഈ ലോകത്തിന് അനുഗ്രഹമാക്കി മാറ്റും ദൈവം. ഒരു അധ്യായം കഴിയുമ്പോൾ ഇന്ന് അവൻ ഏറ്റെടുത്ത ഈ ദൗത്യം ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറിയുടെ രൂപത്തിൽ ശൗലിനെ പൗലോസാക്കി മുന്നിൽ കൊണ്ടുവന്നു. ആരാണ് ഈ ശുശ്രൂഷ ചെയ്തത്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ഇതുപോലെ വലിയ മാറ്റങ്ങൾ ചെയ്യും. ദൈവം നമ്മെ അതിനുവേണ്ടി സഹായിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച് അതിനുവേണ്ടിയുള്ള ദൗത്യത്തിൽ നമുക്ക് പങ്കുചേരാം.